സ്വർഗത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരുപാട് നമ്മളിപ്പോൾ ഇവിടെ ഈ ദുനിയാവിൽ പറയുന്നത് മാത്രമല്ല, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കണ്ണുകൊണ്ട് കാണാത്ത, ചെവി കൊണ്ട് കേൾക്കാത്ത, ഹൃദയം കൊണ്ട് നമ്മൾ ചിന്തിക്കാത്ത ഒരുപാട് നിഅമത്തുണ്ടാകുമെന്നാണ്. സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖം എന്താണെന്നറിയോ? സ്വർഗത്തിലെ വെള്ളം കുടിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ ഒന്നുമല്ല, അള്ളാനെ കാണുമ്പോഴാണ്. സ്വർഗത്തിൽ 14-ാം രാവിലെ പൂർണ്ണ ചന്ദ്രനെ നമ്മളിങ്ങനെ കാണുന്നത് പോലെ ഓരോ മനുഷ്യരും സ്വർഗത്തിൽ അള്ളാനെ ഇങ്ങനെ കാണുമെന്നാണ്. വല്ലാത്ത അനുഭൂതിയാണ്. ഇപ്പം ഞാനൊരു ബിരിയാണി കഴിച്ചാൽ ഞാൻ എന്ത് പറയും? നല്ല ടേസ്റ്റുള്ള ബിരിയാണി എന്ന് പറയും. പക്ഷെ അതിൻ്റെ പൂർണ്ണമായ രുചിയും അതിൻ്റെ ഗുണമൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റൂല. എന്നതുപോലെ അള്ളാനെ കാണുമ്പോൾ ഓരോ മനുഷ്യനിക്കും ഉണ്ടാകുന്ന ആ ഒരു രസം, സുഖം, അത് പറഞ്ഞ് മറ്റൊരാൾക്ക് വിവരിച്ചു കൊടുക്കാൻ പറ്റൂല എന്നാണ്. കണ്ണുകൊണ്ട് നിന്നെ കാണുന്ന അവസ്ഥ ഞങ്ങൾക്ക് തരണേ അല്ലാ. അല്ലാഹുവേ, സ്വർഗത്തിൽ കടത്തണേ അല്ലാ. സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറക്കപ്പെട്ട് അതിലൂടെ വിളിക്കപ്പെടുന്ന ആളുകളെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന് 8 വാതിലുണ്ടെന്ന് പറഞ്ഞല്ലോ. സ്വർഗത്തിന്റെ ഒരു വാതിൽ, ആ ഒരു വാതിലിന്റെ ഇടയിലുള്ള വീതി എത്രയാണെന്നറിയോ? സ്വർഗത്തിന് 8 വാതിലുണ്ട്. അപ്പൊ സ്വർഗത്തിന്റെ ഒരു വാതിലിന്റെ വീതി മസീറത്തു ബൈന മക്ക വ ബുസ്ര, മക്ക ടു ബസറ വരെയുള്ള ദൂരമാണ്. ഏകദേശം 1500 ചില്ലാനം കിലോമീറ്റർ ആണ് മക്ക തൊട്ട് ബസറ വരെ. അപ്പൊ സ്വർഗത്തിന്റെ ഒരു വാതിലിന്റെ വീതി എന്ന് പറഞ്ഞാൽ അത്രയധികം വിശാലമാണ്. അപ്പൊ സ്വർഗം എന്തായിരിക്കും അവസ്ഥ? യാ റബ്ബ്, നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു ലോകമാണ് സ്വർഗം. അള്ളാഹു ആ സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ.